നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോ പോരാട്ടം കാത്തിരിപ്പാണല്ലോ. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനലാണ്. ഈ വർഷത്തെ ആദ്യ എൽ ക്ലാസിക്കോയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 കളി. ആര് ജയിക്കും? നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പ്രഡിക്ഷൻ ആര് ജയിക്കുമെന്ന് പ്രഡിക്ഷൻ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടൂ എന്ന്. ചില സുഹൃത്തുക്കൾക്ക് അതിന് മുമ്പേ ഉള്ള വീഡിയോയിൽ തന്നെ റാഫ് ടോക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ പറയൂ എന്നുള്ള കമൻ്റ് ഇടുന്നത്. എന്തിനാ അവർ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നത്? പക്ഷേ അങ്ങനെയല്ല, ഇത് പ്രഡിക്റ്റ് ചെയ്യണം. നമ്മൾ പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേകൾ ഏതാണ്ടെല്ലാം ഈ വർഷം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഈ പ്രഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയാണിടോ. നമ്മൾ ടീമുകളുടെ നിലവിലെ പെർഫോമൻസും താരങ്ങളുടെ അവൈലബിലിറ്റിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടൊരു പ്രഡിക്ഷൻ അങ്ങ് പറയുന്നതല്ലേ. അത് തന്നെ സംഭവിച്ചോളണമെന്നില്ല. 90 മിനിറ്റ് കളിക്കളത്തിൽ ഇന്ന് എന്ത് സംഭവിക്കും അതിന് തന്നെയാണ് പ്രാധാന്യം. എങ്കിലും പ്രഡിക്ഷനുകൾ പറയുക, അതിനോട് റിയാക്ട് ചെയ്യുക, ഇതൊക്കെ ഫുട്ബോൾ പ്രേമികൾക്ക് കളിയോടുള്ള ആവേശത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. എന്തൊക്കെ തരം പ്രഡിക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വേൾഡ് കപ്പ് സമയത്തൊക്കെ നീരാളിയെ വെച്ചും മറ്റു തരത്തിലുമൊക്കെ പ്രഡിക്ഷൻസ് കാണുന്നില്ലേ. അതൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്തങ്ങ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രഡിക്ഷനിലേക്ക് പോകുമ്പോൾ രണ്ട് ടീമിനെയും കൃത്യമായിട്ടൊന്ന് എടുത്ത് നോക്കണം. റയലിന് ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട്. പരിക്കിൻ്റെ പ്രശ്നം അവരെ വല്ലാതെ തവണ ഡിഫൻസിൽ വലച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ കിലിയൻ എംബാപ്പെ പരിക്കിൻ്റെ പിടിയിലായി പോയതൊരു പ്രശ്നമാണ്. അദ്ദേഹത്തെ ഇന്ന് അവർ രായ്ക്ക് രാമാനം വിളിച്ചു വരുത്തി സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയാണ്. പരിക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. താരം ഒരു പക്ഷേ ബെഞ്ചിലായിരിക്കുമെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കും. വിനി ജൂനിയർ മുന്നേറ്റത്തിൽ ഇപ്പോൾ അത്ര നല്ല ഫോമിലല്ല. സ്വന്തം കാണികൾ തന്നെ കൂവുന്നൊരു അവസ്ഥയുണ്ട്. അതേസമയം റോഡ്രിഗോ തുടക്കത്തിൽ അദ്ദേഹത്തിൽ വലിയ വിശ്വാസമൊന്നും കോച്ച് അർപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. മധ്യനിരയിൽ തീർച്ചയായിട്ടും ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു പ്രകടനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഷൂമനിയും മറ്റുള്ളവരും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കും. ഫെഡെ കഴിഞ്ഞ കളിയിൽ കിടിലൻ ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഫെഡെ ഒരു പക്ഷേ ഡിഫൻസിൽ വലതുപാർശ്വത്തിൽ ഇറങ്ങിയേക്കുമെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ട്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് റയലിൻ്റെ ഒരു കാര്യം. അങ്ങനെ പരിപൂർണ്ണ ശക്തിയിലല്ല റയൽ എന്നൊരു തോന്നൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സമീപകാലത്ത് അവരുടെ പെർഫോമൻസും അത്ര മികച്ചതായിരുന്നില്ലല്ലോ. അതേസമയത്ത് ബാഴ്സലോണ ആവട്ടെ കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ റയലിനോട് പൊട്ടിയ ടീമാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ കഴിഞ്ഞ കൊല്ലം നടന്നപ്പോൾ ജിദ്ദയിലുണ്ടായ റിസൾട്ടല്ല ഞാൻ പറയുന്നത്. ഇക്കഴിഞ്ഞ എൽ ക്ലാസിക്കോ, ലാലിഗയിലെ എൽ ക്ലാസിക്കോ, അത് ജയിച്ചത് റയലാണല്ലോ. ബാഴ്സ പൊട്ടി. പക്ഷെ അന്നത്തെ ദിവസം ബാഴ്സയുടെ നിരയിൽ ഇപ്പോൾ റാഫിഞ്ഞ ഉണ്ടായിരുന്നില്ല, പരിക്കായിരുന്നു. നമ്മുടെ ഗോൾ കീപ്പർ ജോയൻ ഗാർഷ്യ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ലാമിൻ യമാൽ കളിച്ചു, പക്ഷേ അദ്ദേഹം ഫുട്ബാൾജിയൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഇൻ ആൻഡ് ഔട്ട് എന്ന രൂപത്തിൽ സ്ക്വാഡിലൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും മടങ്ങിയെത്തി. ഇവിടെ ഡാനി ഓൾമോ അടക്കമുള്ളവരൊക്കെ മടങ്ങിയെത്തി പൂർണ്ണ കരുത്തോടു കൂടിയാണ് ബാഴ്സലോണ ഇറങ്ങുന്നതെന്ന് മാത്രമല്ല, റാഫിഞ്ഞ ഇപ്പം ഇന്നും ഫോമിലാണുള്ളതും. ലാമിൻ യമാൽ പതിവ് പോലെ തന്നെ നന്നായിട്ട് കളിക്കുന്നുമുണ്ട്. പിന്നെ ബാഴ്സക്ക് ഈ പറഞ്ഞ പോലെ ഡിഫൻസിലെ കുറേ പ്രശ്നങ്ങൾ ഈ സീസണിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തവണ ഈ കളിയിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ജോയൻ ഗാർഷ്യ അതിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മിന്നും ഫോമിൽ അവരുടെ ഗോൾ വല കാക്കുന്നുണ്ട്. മറുഭാഗത്ത് തിബോട്ട് കോർട്ടുവയാണെന്ന് മറക്കുന്നില്ല. കോർട്ടുവയും ഇന്നും ഫോമിൽ തന്നെയാണ്. പക്ഷേ ഇത്തവണത്തെ ലാലിഗയിലെ കണക്കുകളൊക്കെ നോക്കുമ്പോൾ കോർട്ടുവയെ മറികടന്ന് സേവ് പെർസെൻറ്റേജിലൊക്കെ മുന്നിലാണിപ്പോൾ ജോയൻ ഗാർഷ്യ. അപ്പോൾ രണ്ട് നല്ല ഗോൾ കീപ്പേഴ്സ് തമ്മിലുള്ള ഒരു പോരാട്ടം കൂടി ഇന്നത്തെ കളിയിൽ നമ്മൾ കാണുമെന്ന് വേണം കരുതാൻ. പിന്നെ സെമി ഫൈനലിൻ്റെ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ ബാഴ്സ വളരെ ആധികാരികമായിട്ടാണ് ജയിച്ചു വന്നത്. റയലിൻ്റെ വിജയം നല്ലത് തന്നെ, പക്ഷേ അത്രത്തോളം ആധികാരികത ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. മിക്കവരും ബാഴ്സയെ തന്നെയാണ് ഫേവററ്റുകളായിട്ട് കാണുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യങ്ങൾ. പിന്നെ സമ്മർദ്ദം കുറച്ചധികം റയലിൻ്റെ മേലുണ്ടെന്ന് തോന്നുന്നു. കാരണം വിനിക്കൊക്കെ കഴിഞ്ഞ 10-15 കളികളായിട്ട് ഗോളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമ്മർദ്ദമുണ്ട്. അതുപോലെ തന്നെ വലിയ മാർജിന് തോറ്റാൽ സാബി അലോൺസൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോലും നഷ്ടമായേക്കുന്ന തരത്തിലുള്ള ന്യൂസുകളും വരുന്നത്. അപ്പോൾ സമ്മർദ്ദം കൂടുതൽ തീർച്ചയായിട്ടും റയലിൻ്റെ മേലെ തന്നെയാണ്. അപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രഡിക്ഷൻ അങ്ങ് പറയുകയാണ്. അതിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന 2-1 എങ്ങനെ
2-1 ഒരു ക്ലോസ് കോൺടെസ്റ്റ് നടക്കുമെന്നും കടുത്ത പോരാട്ടമായിരിക്കും ഉണ്ടാവുകയെന്നും 2-1 ഈ കളി ബാഴ്സ ജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇനിയിപ്പോൾ നാളെ ബാഴ്സ തോറ്റാൽ ഇതെടുത്തുകൊണ്ട് എടാ താനല്ലടാ അങ്ങനെ പറഞ്ഞൊന്നും വരണ്ട. ഈ കളിയുടെ പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവേശത്തിൽ അങ്ങ് ചെയ്യുന്നതാണ്. അത് തന്നെ 90 മിനിറ്റ് സംഭവിച്ചുള്ളൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ പ്രഡിക്ഷനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ടും ഒക്കെ നമുക്ക് വീണ്ടും കാണണം.